നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ലെബനനെതിരെ തുറന്ന കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലെബനന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഗ്രൗണ്ട് ഓപ്പറേഷനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇതിനെ എതിർക്കുന്നു എന്നുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ നൽകുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രം തെക്കൻ ലെബനനാണ്. തെക്കൻ ലെബനനിൽ നിന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിലേക്ക് നിരന്തരം ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഈ റോക്കറ്റ് കേന്ദ്രങ്ങളെ, ഈ റോക്കറ്റ് ലോഞ്ചർ സ്റ്റേഷനുകളെ, ആയുധ സംഭരണശാലകളെയൊക്കെ വ്യോമാക്രമണത്തിലൂടെ, പ്രത്യേകിച്ച് ഫൈറ്റർ ജെറ്റുകളിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിലൂടെ ഒരു പരിധിവരെ തകർക്കുന്നുണ്ട് ഇസ്രായേൽ സേന. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള പ്രതിരോധ വകുപ്പിലെ ചില ഉന്നതരും വടക്കൻ ഇസ്രായേലിൻ്റെ ചുമതലയുള്ള IDF ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യോമാക്രമണങ്ങളിലൂടെ ഒരു പരിധിവരെ മാത്രമേ ഹിസ്ബുള്ളയുടെ ശക്തിയെ തകർക്കാനാകൂ. അവിടെ വേണ്ടത് ശക്തമായ കരയുദ്ധമാണ്. അതിർത്തി കടന്നുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനാണ് ലെബനന്റെ തെക്കൻ മേഖലകളിലേക്ക് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് തകർക്കാൻ കഴിയും. ഇനിയൊരു ആക്രമണം ഉടൻ ഉണ്ടാകാത്ത വിധം ഹിസ്ബുള്ളയുടെ ശക്തിയെ കുറയ്ക്കാനാകും. ഹിസ്ബുള്ളയ്ക്ക് ആകെ ഉള്ളത് റോക്കറ്റുകളാണ്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളാണ്. അവരത് നിരന്തരം ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം പോലെയുള്ള പ്രതിരോധ മാർഗങ്ങൾ അതിനെ കുറേയൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചില റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ എല്ലാ കാലത്തും അത് ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇനി ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള തുറന്ന യുദ്ധമാണ്. ലെബനോന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ശക്തമായ കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തേ മതിയാകൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഹമാസിനെതിരെയുള്ള ഓപ്പറേഷൻ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹമാസിന്റെ ശക്തി ഇപ്പോൾ ഗാസയിലില്ല. ഇസ്രായേലി സേനയ്ക്കെതിരെ ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിയാതെ യഹിയ സിൻവാറും കൂട്ടരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുക, ഹിസ്ബുള്ളയിൽ നിന്ന് ഇസ്രായേലിന് ഉണ്ടാകുന്ന ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. എന്നാൽ യോവ് ഗാലന്റും IDFന്റെ ഡെപ്യൂട്ടി ചീഫ് അടക്കമുള്ള ചില ഉദ്യോഗസ്ഥരും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ നിലപാടിനെ എതിർക്കുന്നവരാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധം നടത്തിയാൽ അത് ഇസ്രായേലിന് ഗുണകരമാകില്ലെന്നാണ് യോവ് ഗാലന്റിന്റെ നിലപാട്. അതുമാത്രവുമല്ല, ഹമാസിനെതിരെയുള്ള ഗാസയിലെ ഓപ്പറേഷൻ പൂർണ്ണമായും തീർന്നിട്ടില്ല. അവിടെ പകുതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹമാസിനെതിരെയുള്ള സമ്പൂർണ്ണ വിജയത്തിന് ശേഷം മതി ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള തുറന്ന പോരാട്ടമെന്ന് യോവ് ഗാലന്റ് പറയുന്നു. എന്നാൽ യോവ് ഗാലന്റിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെത്. അതുകൊണ്ട് തന്നെ യോവ് ഗാലന്റിനെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു ആരംഭിച്ചു എന്നുള്ള വാർത്തകളും ഇസ്രായേലിലെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു യോവ് ഗാലന്റിനോട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതായും താങ്കൾക്ക് യുദ്ധത്തിന് താല്പര്യമെങ്കിൽ, താങ്കൾക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ, ലെബനനെതിരെ യുദ്ധത്തിന് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിനെ താങ്കൾ എതിർക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് യോവ് ഗാലന്റിനോട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത നിമിഷം ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിന് മുന്നോടിയായി, അതായത് ലെബനീസ് ഇസ്രായേൽ അതിർത്തിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിലേക്ക് എത്തി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യ ഉദ്യോഗസ്ഥരുമായി മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച നടത്തി. ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഇസ്രായേൽ ലെബനൻ യുദ്ധം ഒഴിവാക്കണം. ലെബനനുള്ളിലേക്ക് കയറി ഒരു കരയുദ്ധം ഇസ്രായേലുടെ നടത്തരുത്. അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജോ ബൈഡൻ തൻ്റെ പ്രത്യേക ദൂതനിലൂടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. നേരത്തെ തന്നെ ഇത്തരം ചില വാർത്തകളുണ്ടായിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ, ലെബനനെതിരെ ഒരു കരയുദ്ധം ഇസ്രായേൽ തുടങ്ങിയാൽ അതിന് അമേരിക്കയുടെ പിന്തുണ ലഭിക്കില്ല എന്നുള്ള ചില സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രത്യേക ദൂതന്റെ സന്ദർശനം പോലും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. എന്തായാലും തന്റെ നിലപാടിൽ നിന്ന് പുറത്തോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ആണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കണം. ഹിസ്ബുള്ളയെ തീർക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചാൽ ലെബനന്റെ ഉള്ളിൽ കയറി കരയുദ്ധം നടക്കുക തന്നെ ചെയ്യും.
നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.